നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ആൻഡ് എല്ലാവർക്കും മെറി ക്രിസ്മസ്. ജനറൽ റീഡിംഗ് കൂടി നിങ്ങൾ കണ്ടേക്കെന്ന് ഒക്കെ നല്ല മെസ്സേജസ് ഉണ്ടായില്ല. സോ പ്ലീസ് അതുകൂടി കാണാം. ആൻഡ് റിലേഷൻഷിപ്പിൻ്റെ വളരെ ചെറുതായിട്ടൊരു റീഡിംഗ് എടുക്കാം. എല്ലാവർക്കും ആക്ച്വലി ക്രിസ്മസ് ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ. ആൻഡ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ എന്താണ് മെസ്സേജസ് എന്ന രീതിക്ക് മാത്രം നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ജസ്റ്റ് കുറച്ച് കാർഡ്സ് എടുത്ത് പെട്ടെന്ന് നമുക്ക് പറയാം. അധികം ഞാൻ നീട്ടുന്നില്ല, ബിക്കോസ് ക്രിസ്മസ് ദിവസമല്ലേ. ഓക്കെ, നല്ല മെസ്സേജസ് വരട്ടെ. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക്. പാരഡൈസ്, പാഷൻ, ഞാൻ അതാ പറഞ്ഞ ജനറൽ റീഡിങ് കൂടി കാണും. ഓക്കെ, ഓൾഡ് സ്കൂൾ ആൻഡ് ഷോക്ക്, ടോക്കിംഗ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഇവിടെ മെയിനായിട്ട് ഞാൻ ചുരുക്കി പറയാം. ഓക്കെ, ഇന്ന് ഫുൾ വായിക്കാൻ നിൽക്കുന്നില്ല, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇന്നിപ്പോൾ പാരഡൈസ് കാണുന്നുണ്ട്, ഹാപ്പിനെസ്, സന്തോഷം, പാഷൻ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, റീസെൻ്റ്ലി നിങ്ങളുടെ ഇടയിൽ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചായിട്ട് നടക്കുന്നുണ്ടാവും അങ്ങനെ ഇൻ ആൻഡ് ഔട്ടും അപ്പ് ആൻഡ് ഡൗണും, പിന്നെ എന്താ പറയുക, സിറ്റുവേഷൻ ഒരു ശരിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും. ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരിക, ഇടയ്ക്ക് സന്തോഷം വരിക എന്ന രീതിയിൽ. ഇവിടെ കാർമിക് റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഇത് ഒന്ന്, നിങ്ങളുടെ പേഴ്സൺ ഒരു കാർമിക് റിലേഷൻഷിപ്പിലായിരിക്കാം, വേറെ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിലുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലും ഒരു കാർമിക് സമയം ഉണ്ട്. ഓക്കെ, കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇതിനെ കാർമിക്, നിങ്ങൾ തമ്മിൽ എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്ന രീതിക്കല്ല. എല്ലാ ബന്ധത്തിലും ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടാവും. ഓക്കെ, നമ്മൾ കർമ്മ ചില കാര്യങ്ങളുണ്ടാവും, അത് തീരാനുണ്ടാവും. അതായത് പാസ്റ്റ്, ഇപ്പം നിങ്ങൾ ഇത് കൂടുതൽ ഈ റീഡിങ്സ് ഒക്കെ കാണുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ഈ ടാരോ ഒക്കെ ഉള്ളവർ ഈ ഒരു സ്പിരിച്വൽ ഒരു പാത്തിലുള്ളവരായിരിക്കും. 90% ആയിരിക്കും അങ്ങനെ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഓൾറെഡി പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ നിങ്ങൾ ഈ പേഴ്സൺ, നിങ്ങൾ ഏത് പേഴ്സണാണോ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത്, ആ പേഴ്സണുമായിട്ട് നിങ്ങൾ പൂർവ്വജന്മ കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കർമ്മ ക്യാരി ഓവർ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അതായത് നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സോൾവ് ചെയ്യാനുണ്ടാവും എന്ന രീതിക്ക് എടുത്തോളൂ, വളരെ സിമ്പിളായിട്ട് പറയാം. സോ അതിൻ്റെ ഒരു സമയമായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരു കാർമിക് സമയം എന്ന രീതിക്ക് എടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറെ കാർമിക് ബന്ധമുണ്ട് എന്ന രീതിക്കും എടുത്തോളൂ. ഓക്കെ, അതിൽ അവർ പെട്ട് നിൽക്കുന്നുണ്ടാവാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടിയുടെ കാരണമായിരിക്കാം. അതിപ്പോൾ ആരും ആവാം, തേർഡ് പാർട്ടിയിലേക്ക് അവരുടെ ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, ഈവൻ നിങ്ങൾ അവർ മാരീഡ്, നിങ്ങൾ മാരീഡ്, സിംഗിൾസ്, വോട്ടെവർ എന്ത് തന്നെയായാലും ഇവിടെ നിങ്ങളുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ട് ഐ തിങ്ക് നിങ്ങളിപ്പോൾ മൂവ് ഓൺ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയിരിക്കാം. ഇവിടെ ഒരു ഷോക്കിംഗ് കാണുന്നുണ്ട്, സഡൻ ചേഞ്ച്, ഷോക്കിംഗ് ന്യൂസ്. നിങ്ങൾ ഇത് തമ്മിൽ ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം, നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചത്. നിങ്ങൾ തമ്മിൽ ഒരു പെട്ടെന്നൊരു പേഴ്സൺ ഒരു നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവർ ദേഷ്യപ്പെട്ടു പോകുക, അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടുക. ഓക്കെ, അങ്ങനെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി കാണാം, റീസെൻ്റ്ലി ആയിരിക്കാം. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞായിരിക്കാം. ഓക്കെ, ഞാനത് ഇടയ്ക്ക് വിചാരിക്കും ഈ ഒരു കാര്യം കൂടി പറയണം എന്നുള്ളത്. അത് മേ ബി തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അറിഞ്ഞതായിരിക്കാം. ഓക്കെ, അവരെ പാരൻസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ബന്ധമുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞതായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയായാലും ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രോബ്ലം വരും, അല്ലേ? സോ അങ്ങനെ നിങ്ങൾ തമ്മിൽ അകലാനുള്ള ഒരു ചാൻസ് ഉണ്ടായി കാണും. ബട്ട് ഇവിടെ ഓവറോൾ പറയാനുള്ളത് എനിക്ക്, ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിയൂണിയൻ എനിക്ക് കാണുന്നുണ്ട്. പാരഡൈസ് ഉണ്ട്, ഹാപ്പിനെസ്, സന്തോഷം. നിങ്ങൾ തമ്മിൽ എവിടെയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യുക, ഒന്നിച്ച് എവിടെയെങ്കിലും യാത്ര പോകാനുള്ള സാധ്യത, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ഹണിമൂൺ ഫേസ് എന്ന രീതിക്കൊക്കെയാണ്, എൻജോയിങ് ടൈം ടുഗെദർ എന്ന രീതിക്കാണ്. സോ നിങ്ങൾ തമ്മിൽ വീണ്ടും തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ ഉണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, പേഴ്സൺ ഒരുപാട് പാഷൻ ഉണ്ട് നിങ്ങളോട്, നിങ്ങൾ തമ്മിൽ ഓക്കെ വളരെയധികം അട്രാക്ഷൻ, പാഷൻ, കെമിസ്ട്രി എല്ലാം ഉണ്ട്. നിങ്ങൾ തമ്മിൽ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് തോന്നും ഇതുപോലൊരു ബന്ധം വേറെ ഇല്ല എന്ന് തന്നെ നിങ്ങൾക്ക് തോന്നിപ്പോവും. അത്രയും അടുപ്പമാണ് നിങ്ങൾക്ക് തോന്നുക. ഓക്കെ, അതങ്ങനെയാണ്, കണക്ഷൻസ് അങ്ങനെയാണ്. ഓക്കെ, ആൻഡ് ഇത് ഓൾഡ് സ്കൂളിൽ നിന്ന് കാണുന്നുണ്ട്. ചില സമയത്ത് നിങ്ങളുടെ ഇടയിൽ മേ ബി ഇത് നിങ്ങളുടെ ഉള്ളിലായാലും നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലായാലും ഓക്കെ ചില പാറ്റേൺസ് ഉണ്ട് നമ്മുടെ ഉള്ളിലെ ചില ഫിയേഴ്സ്, പേടികൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്ന ചില കാര്യങ്ങൾ, നമ്മൾ അനുഭവിച്ച ചില കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമുക്ക് ആ മനസ്സിൽ അതിങ്ങനെ കിടന്ന് വീണ്ടും നമ്മളത് ഓവർ തിങ്കിങ്ങിലേക്ക് കൊണ്ടുപോകും നമ്മളെ.
ഓക്കെ. ഔട്ട്ഡേറ്റഡ് തിങ്കിങ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുടെ പേഴ്സൺ വളരെ കുറച്ചുകൂടി ട്രഡീഷണൽ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അതായത് അവർ പറയില്ലേ, നമ്മൾ സൊസൈറ്റിയിൽ ഇങ്ങനെയാണ് റൂൾസ്, അപ്പോൾ അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെ സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ഫാമിലി എതിർത്തൊന്നും ചെയ്യാനൊക്കെ പറ്റില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കാം. എന്തായാലും ഇവിടെ നിങ്ങൾ കുറച്ച് ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആയാലും കുറച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ തന്നെ അതിനെ വല്ലാതെ ഓവർ തിങ്ക് ചെയ്ത് നമ്മളത് കൂടിപ്പോവും അല്ലേ, അത് കൂടുതൽ സീരിയസ് ആയി പോവും. സോ അങ്ങനെയും ആയിരിക്കാം. അതിൻ്റെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓവർ തിങ്ക് ചെയ്ത് അത് കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ യെസ് കോൾ വരും. ഓക്കെ, നിങ്ങളോട് സംസാരിക്കണം എന്ന് തന്നെയാണ് പേഴ്സണിന് ആഗ്രഹം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരും. ആൻഡ് ഇവിടെ തീർച്ചയായിട്ടും ലവ് ഉണ്ട്. ഓക്കെ, സോ എന്ത് നിങ്ങൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിലും ശരി, അത് വീണ്ടും നിങ്ങൾ തമ്മിൽ അൺകണ്ടീഷണൽ ലവ് ഉണ്ട്. കാരണം എത്ര അകന്ന് നിന്നാലും എത്ര എന്തൊക്കെ ചെയ്താലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്നേഹം എവിടെയും പോകുന്നില്ല. ഓക്കെ, നമ്മൾ പറയില്ലേ, എന്താ പറയുക, ദേഷ്യം വാക്കുകളിലായിരിക്കണം, മനസ്സിലുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് എന്തൊരു കോട്ടുണ്ടല്ലോ, അതുപോലെയാണ് ഇത്. അത്രയേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ദേഷ്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സംസാരിച്ചു എന്തെങ്കിലും പിണങ്ങി തെറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ നിന്നും അത് പോകാൻ പോകുന്നില്ല, പേഴ്സണൽ മനസ്സിൽ നിന്നും അത് പോകാൻ പോകുന്നില്ല. ഓക്കെ, ആ സ്നേഹം എന്നുള്ളത് അത് അവിടെ തന്നെ കിടക്കും. പക്ഷെ അതിൻ്റെ പ്രകടിപ്പിക്കുന്ന ഒരു രീതി മാറും. ഓക്കെ, ദേഷ്യം കൊണ്ട് നമ്മൾ പലതും പറയുന്നതൊക്കെ ചിലപ്പോൾ തെറ്റായി പോകും, അങ്ങനെയൊക്കെ സംഭവിക്കും. ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ല, മനസ്സിൻ്റെ ഉള്ളിലല്ല ദേഷ്യം എന്ന് പറഞ്ഞ പോലെയാണ്. സോ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും സ്നേഹം തന്നെയാണ്, അൺകണ്ടീഷണൽ ലവ് തന്നെയാണ്, അഫെക്ഷൻ ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഐ തിങ്ക് ഒരു ചെറിയ സെപ്പറേഷൻ്റെ ഫേസ് ആയിരിക്കാം. ബട്ട് ഓവറോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീയൂണിയൻ എന്ന എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ടോക്കിംഗ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കോൺവെർസേഷൻ വരും, നിങ്ങൾ തമ്മിലൊരു സംസാരം വരും, മെസ്സേജോ സംസാരമോ വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് നിങ്ങൾ തമ്മിൽ ക്ലിയർ ആക്കാൻ പറ്റും. ഓക്കെ, കുറച്ചുകൂടി മെസ്സേജസ് ആയിട്ട് എടുക്കാം. ഐ ഫീൽ ബാഡ് ഫോർ ലെറ്റിംഗ് യു ഡൗൺ. വാട്ട് ഈസ് ദാറ്റ് വൈബ് സറൗണ്ടിങ് യു? ഓക്കെ, your energy heals me. Don't lose faith. Think I already are. See, can you at least listen to me? See, അവർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ജസ്റ്റ് സോറി, മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് നോക്കി. ഓക്കെ, ക്യാൻ യു അറ്റ്ലീസ്റ്റ് ലിസൺ ടു മീ എന്ന് പറയുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് സംസാരിക്കണം. ഓക്കെ, മേ ബി നിങ്ങളിപ്പോൾ കേൾക്കാൻ തയ്യാറായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ചിന്താഗതിയായിരിക്കാം ഇവിടെ. മേ ബി ഓൾഡ് സ്കൂൾ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ ഓവർ തിങ്കിങ് പോകുന്നുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴേക്കും അതിനെ ചിലപ്പോൾ നിങ്ങൾ വിട്ട് കളയാൻ ചിലപ്പോൾ തയ്യാറാവുന്നുണ്ടാവില്ല. ബിക്കോസ് നിങ്ങളുടെ ഉള്ളിൽ പേടിയാണ്, അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് പേടിയാണ് that നിങ്ങൾ ഹേർട്ടാവോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കും. സോ നിങ്ങൾ ലേശം ഒന്ന് വിട്ടുവീഴ്ചയല്ല, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക പേഴ്സൻ്റെ ഭാഗം കൂടി എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കെ, ആൻഡ് ഇവിടെ അവർക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, അവർക്ക് നിങ്ങളോട് പറയണം എന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ മേ ബി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊരു തോന്നൽ. ഓക്കെ, അതുകൊണ്ടാണ് അവർക്ക് ചിലപ്പോൾ തുറന്നു പറയാൻ അവർക്ക് സാധിക്കാത്തത്. ഐ ഫീൽ ബാഡ് ഫോർ ലെറ്റിംഗ് യു ഡൗൺ. അവർക്ക് റിഗ്രറ്റ് ഉണ്ട്, കുറ്റബോധമുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിന് ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ നമ്മൾ പറയില്ലേ, നിങ്ങളെ ലെറ്റ് ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുക, പ്രതീക്ഷകൾ തകർത്തു എന്ന രീതിക്ക് അവർക്ക് നന്നായിട്ട് അറിയാം. സോ അതിൻ്റെ അവർക്കൊരു കുറ്റബോധമുണ്ട്. വാട്ട് ഈസ് ദാറ്റ് വൈബ് സറൗണ്ടിങ് യു ദാറ്റ് മേക്സ് മീ ഫീൽ ഇൻറ്റൻസ്ലി? നേരത്തെ ഇവിടെ പാഷനുണ്ട്, ഇതും പാഷനാണ് പറയുന്നത്. സോ നിങ്ങൾ തമ്മിൽ ആക്ച്വലി ഒരു വല്ലാത്തൊരു, നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ തന്നെ ഒരു ഭയങ്കര അട്രാക്ഷനാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെ വിട്ട് നിൽക്കുമ്പോഴും അവരുടെ ചിന്തകളിൽ നിങ്ങളുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് യുവർ എനർജി ഹീൽസ് മീ എന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ഹീലിംഗ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എവിടെയോ അവർക്ക് ശരിക്കും മനസ്സ് തുറന്ന് ചിലപ്പോൾ നിങ്ങളോടെല്ലാം പറയാൻ പറ്റും എന്ന രീതിക്കായിരിക്കാം. ബട്ട് അവിടെ നിങ്ങൾ പക്ഷെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ എന്നൊരു പേടി അവരുടെ ഉള്ളിലുണ്ട്. ബട്ട് അവരെന്തെങ്കിലും അങ്ങനെ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു വളരെയധികം ഹീൽഡായ ഒരു ഫീലിങ്ങും അവർക്ക് വരാറുണ്ട്. ഓക്കെ, ഡോണ്ട് ലൂസ് ഫെയ്ത്ത്, ഗുഡ് തിങ്സ് ആർ അഹെഡ് ഓഫ് അസ്. അവർ പറയുന്നത് നിങ്ങൾ തമ്മിൽ എൻ്റെ ആയിട്ടില്ല, പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വെച്ചിട്ട് അത് അത്ര വലിയ അവർ പറയുന്നത് ഫെയ്ത്ത് വെക്കൂ, നമ്മൾ തമ്മിൽ ഇനി മുന്നോട്ട് ഇനിയും നല്ലത് വരാനുണ്ട്, ഫെയ്ത്ത് വെക്കൂ, അതിനെ ബിലീവ് ചെയ്യൂ, അവരെ ട്രസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. തിങ്ക് ഐ ഓൾറെഡി ഹാവ് എ ബിഗ് ക്രഷ് ഓൺ യു. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് പുതിയ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അധികം കാലമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും നിങ്ങളോട് വളരെയധികം അട്രാക്ഷനും ക്രഷും ഒക്കെ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഡൗട്ടൊന്നും വേണ്ട. യെസ്, അവർക്ക് ഡെഫിനറ്റ്ലി ഫീലിങ്സ് ഉണ്ട്. ബട്ട് ഇവിടെ യെസ് ഒരു കാർമിക്കിൻ്റെ സിറ്റുവേഷൻ ഇടയിൽ കാണുന്നുണ്ട്. അതിപ്പോൾ കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി, ഞാൻ പറഞ്ഞ പോലെ പലതും ആവാം. അത് മാറി വരും. ഓക്കെ, ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ബട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ കാർമിക് സിറ്റുവേഷൻസ് വരുമ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു ലെസണാണ് കിട്ടുന്നത്. ഓക്കെ, ലെസൺസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളവിടെ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യാൻ, സെൽഫ് ലവ് ചെയ്യാൻ, സെൽഫ് വാല്യൂ ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള പല ലെസണുമാണ് പഠിപ്പിക്കുന്നത്. ആൻഡ് പേഴ്സൺ ഇത് എന്താ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, പേഴ്സൺ ഐ തിങ്ക് ഇന്നലെ ഞാൻ പകുതി പറഞ്ഞിട്ട് ഒരു ലാസ്റ്റ് ഒരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ് വിട്ടുപോയി. അതായത് പേഴ്സൻ്റെ ഭാഗത്തും
അവർക്കും അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ലെസനാണ് കിട്ടുന്നത്. അതായത് സ്നേഹത്തിനെ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ ഒരാളോട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കണം, അതിനെ സ്നേഹത്തിനെ പേടിക്കാതിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ആൻഡ് കാരണം അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നമ്മളിൽ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. എപ്പോഴും പലർക്കും അതൊരു പേടിയാണ്. അതുപോലെ അങ്ങനെ പലതും അവരുടെ ഉള്ളിലും ചേഞ്ചസ് വരാനുണ്ട് എന്നാണ്. നിങ്ങളുടെ ഉള്ളിലും ചില മാറ്റങ്ങൾ വരാനുണ്ട്. നിങ്ങൾക്ക് ആ പേടികളുണ്ടല്ലോ, ദറ്റ് എന്നെ വിട്ടുപോവോ, എന്നെ വേണ്ടാതെയാണോ, ഞാൻ കുറവായിട്ടാണോ, എനിക്കെന്തെങ്കിലും പ്രശ്നമായിട്ടാണോ എന്നൊക്കെ നിങ്ങൾ കുറേ നിങ്ങളെപ്പറ്റി തന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കും. അതൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു സമയമാണിത്. നിങ്ങളതാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളതാണ് പഠിക്കേണ്ടത്. ആൻഡ് അവർ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ശരിക്കും സ്നേഹം എന്നുള്ള എന്താണ്, എങ്ങനെയാണ് ഒരാളോട് ആത്മാർത്ഥതയായിട്ട് എങ്ങനെയാണ് നിൽക്കുക, എങ്ങനെയാണ് ഒരു കമ്മിറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കുക, അതിനുവേണ്ടി എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യണം, അതൊക്കെയാണ് അവർ പഠിക്കാനുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ എവിടെയോ ഒരു യെസ് ഇവിടെ തന്നെ ഉണ്ട് ട്രാൻസ്ഫോർമേഷൻ. ഇത് ഞാൻ നേരത്തെ കണ്ടത്. സോ ട്രാൻസ്ഫോർമേഷൻ വരണം നിങ്ങളുടെ ഇടയിൽ. ആൻഡ് ട്രാൻസ്ഫോർമേഷൻ വരണമെങ്കിൽ ചില സമയത്ത് ചില ബ്രേക്കപ്പ് അല്ലെങ്കിൽ ചില സെപ്പറേഷൻ ഒക്കെ ആവശ്യമാണ്. അങ്ങനെ ചില സിറ്റുവേഷൻസ് വരുമ്പോഴാണ്, നിങ്ങളൊന്ന് അകന്ന് നിൽക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അപ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഓരോ സെപ്പറേഷനും നിങ്ങളെ കൂടുതൽ രണ്ടുപേരും ലെസൺ പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും ആ റിയൂണിയൻ നിങ്ങൾ നടക്കുമ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ അവിടെ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓരോ തവണ നിങ്ങൾ അകലുമ്പോഴും വീണ്ടും അടുക്കുമ്പോൾ ഓക്കെ ഒരു ഗ്രോത്ത് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കൂ. ഓക്കെ, എനിവേ ഇത് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ വീണ്ടും വേറെ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ഇടാം. എന്തായാലും ഇവിടെ നിങ്ങൾ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മാറും എന്ന രീതിക്ക് തന്നെയാണ് കാണുന്നത്. ആൻഡ് എല്ലാവർക്കും നല്ലൊരു ബ്ലെസ്ഡ് ക്രിസ്മസ് ഞാൻ ആശംസിക്കുന്നു. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഓക്കെ, നിങ്ങളുടെ എല്ലാ ആഗ്രഹം പോലെ എല്ലാം വളരെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, എൻജോയ് യുവർ സെൽഫ്. താങ്ക് യു, നന്ദി, നമസ്കാരം.